RTO ചെക്ക് പോസ്റ്റുകളുടെ രാത്രികാല പ്രവർത്തനം പിൻവലിച്ച് ഉത്തരവ്. സംസ്ഥാനത്തെ 20 അതിർത്തി ചെക്ക് പോസ്റ്റുകൾക്കാണ് നിയന്ത്രണം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ മാത്രമായിരിക്കും ഇനി പ്രവർത്തനം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, സംസ്ഥാനത്തെ 20 ചെക്ക് പോസ്റ്റുകൾ, അതിർത്തികളിലുള്ള 20 ചെക്ക് പോസ്റ്റുകൾക്കാണ് ഇപ്പോൾ പ്രവർത്തനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ ഇനി RTO ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാകില്ല. എപ്പോഴും പരാതികൾ നിലനിൽക്കുന്നത് RTO ചെക്ക് പോസ്റ്റുകളിൽ രാത്രി വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നു എന്നുള്ളതാണ്. വിജിലൻസ് ഇപ്പോൾ പാലക്കാട് ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ, പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളെല്ലാം വിജിലൻസ് എപ്പോൾ പരിശോധന നടത്തിയാലും അതിനനുസരിച്ച് ഉള്ള കൈക്കൂലികൾ അവിടെ നിന്ന് ഓരോ ചെക്ക് പോസ്റ്റുകളിൽ നിന്നും പിടികൂടുന്നു എന്നുള്ളതാണ്. വിജിലൻസ് നേരത്തെ തന്നെ 2022 തന്നെ കേന്ദ്ര സർക്കാർ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്, തമിഴ്നാട്, കർണാടക, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുവെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിലെ ഈ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കണമെന്ന ശുപാർശ നിലനിൽക്കെ അതൊന്നും തന്നെ ഒഴിവാക്കാനുള്ള നടപടികൾ എടുത്തിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് രാത്രിയിലെ RT ചെക്ക് പോസ്റ്റുകൾ വേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി മുതൽ RTO ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും ഉണ്ടാകുക. 20 RTO ചെക്ക് പോസ്റ്റുകളിലും AMV അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു ഓഫീസ് അസിസ്റ്റന്റും മാത്രമാണ് ഉണ്ടാകുക എന്നുള്ളത് കൂടി ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ അധികമായി വരുന്ന ഈ ചെക്ക് പോസ്റ്റുകൾ, രാത്രികാല ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കുന്നതോടുകൂടി അധികമായി വരുന്ന ജീവനക്കാരെ RTO ഓഫീസുകളിൽ നിയമിക്കാനാണ് തീരുമാനം. ഒരുപാട് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈസൻസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള വാഹന പരിശോധനകൾ ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പെൻഡിംഗ് ആണ്. അപ്പോൾ ആ പെൻഡിംഗ് മാറ്റുന്നതിന് വേണ്ടി ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ ആണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് ഗതാഗത വകുപ്പിന്റെ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് രാത്രിയിൽ RTO ചെക്ക് പോസ്റ്റ് വേണ്ട എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം. ഇനി ഈ പ്രവർത്തനങ്ങൾ രാത്രികാല സാധാരണ RTOയുടെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തുന്ന പരിശോധനകൾ തുടർന്നും ഉണ്ടാകും. പക്ഷേ അതൊരു ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റുകളിൽ നിന്നല്ലാതെ സാധാരണ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് രാത്രി എൻഫോഴ്സ്മെന്റ് നിൽക്കരുത് എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം GST ക്യാമറകൾ, ANPR ക്യാമറകളാണ് GST വകുപ്പ് ഉപയോഗിക്കുന്നത്. വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് GST പ്രവർത്തിക്കുന്നു. അതേ മാതൃകയിൽ തന്നെ ആ ക്യാമറകളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ RTOയുടെ ചെക്ക് പോസ്റ്റുകൾ, RTO പരിശോധനകൾ നടത്തണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും സംസ്ഥാനത്ത് 20 അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഇനി RTO ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാകില്ല എന്നുള്ള നിർണായക തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. അധിക ജീവനക്കാർ ഓഫീസുകളിലേക്ക് മടങ്ങുകയാണ്. എപ്പോഴും പരാതി ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ വലിയ തോതിൽ, അത് യാത്രാവാഹനങ്ങളിൽ നിന്നുൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന യാത്രാവാഹനങ്ങളിൽ നിന്നും ചരക്ക് വാഹനങ്ങളിൽ നിന്നുമെല്ലാം പടി വാങ്ങുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും പണം കൊടുക്കാതെ ചെക്ക് പോസ്റ്റുകൾ കടക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയുണ്ട്. പലപ്പോഴും എന്തെങ്കിലും പണം കൊടുത്തില്ലെങ്കിൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വാഹനത്തെ അതിന്റെ യാത്ര നീട്ടാനുള്ള ശ്രമവും ഇപ്പോഴും പലപ്പോഴും RTO ചെക്ക് പോസ്റ്റുകളിൽ നടക്കാറുണ്ട്. വാളയാറിൽ തന്നെ പലപ്പോഴും പരിശോധന നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് രാത്രിയിലുള്ള പരിശോധനകളിൽ വിജിലൻസിന് ലഭിക്കാറുള്ളത്. എന്തായാലും അതൊരു മാറ്റം വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്, പാലക്കാട്.